ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാനിന്ന് പുനലൂരിനടുത്ത് അടുക്കള മൂല എന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ ബഹുമാനപ്പെട്ട പാസ്റ്ററെ കാണാനായിട്ട് വന്നതാണ്. വളരെ ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ് പാസ്റ്റർ ഷാജി. ഇവിടെ സഭയുണ്ട്, സഭാശുശ്രൂഷയുണ്ട്, മറ്റ് പൊതുപ്രവർത്തനങ്ങളുണ്ട്. അങ്ങനെ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസനാണ്. തീർച്ചയായും പാസ്റ്ററുടെ ജീവിതാനുഭവം നമുക്ക് വലിയ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരും. നിങ്ങൾ ഈ പാസ്റ്ററുടെ അനുഭവ സാക്ഷ്യം കേൾക്കുകയും ഈ ദൈവദാസനെ ഓർത്ത് അവരുടെ കുടുംബത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പാസ്റ്ററെ ഗോസ്പൽ TV UP എന്ന ഈ ചാനലിലേക്ക് ഹാർദവമായിട്ട് പാസ്റ്ററെ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്ററുടെ വിലപ്പെട്ട സമയം ഈ ചാനലിന് വേണ്ടി ചെലവഴിക്കുന്നതിന് നന്ദി അറിയിക്കുന്നു. പാസ്റ്റർ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? പാസ്റ്ററുടെ പേര്, ഇപ്പോൾ എവിടെ താമസിക്കുന്നു, ഏത് സഭയായി ബന്ധപ്പെട്ട് നിൽക്കുന്നു, വീട്ടിൽ ആരൊക്കെ ഉണ്ടോ എന്ന് പറയാമോ? ദൈവത്തിൻ്റെ ധന്യനാമ മഹത്വപ്പെടുമാറാകട്ടെ. ഈ വിലയേറിയ സമയം ഇപ്രകാരം ഒരു പ്രവർത്തനം, ഇപ്രകാരം ഒരു സാക്ഷ്യം പ്രസ്താവിക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ ഈ നിമിഷത്തിന് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് ഷാജി എന്നാണ്. ഞങ്ങൾ ഇടുക്കി ജില്ലയിൽ ഉപ്പുതറ എന്ന സ്ഥലത്ത് ജനിച്ച് വളർത്തപ്പെട്ട ആളാണ്. ഞങ്ങൾ കഴിഞ്ഞ 25 വർഷമായി പുനലൂരിൽ കടന്നു വന്ന് കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കാൻ കർത്താവ് ഇടയാക്കിയിരിക്കുന്നു. എനിക്ക് ഭാര്യയും 2 മക്കളുമുണ്ട്. അവർ വിദ്യാഭ്യാസ ശേഷം ചെറിയ ജോലിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ശുശ്രൂഷകളിലേക്ക് കടന്നു വന്നിട്ട് 35 വർഷമായി. 35 വർഷം. ജനിച്ചു വളർന്നതൊക്കെ ഏത് സ്ഥലത്താണ്? ഞാൻ ജനിച്ചത് തിരുവല്ലയാണ്. എന്നാൽ ചെറിയ പ്രായം മുതൽ ഞങ്ങൾ ഇടുക്കി ജില്ലയിൽ ഉപ്പുതറ എന്ന ഗ്രാമത്തിൽ ഞങ്ങൾ വളരുവാനിടയായി. മാതാപിതാക്കളെ കുറിച്ചൊന്ന് പറയാമോ? മാതാപിതാക്കൾ, എൻ്റെ അപ്പൻ രാജു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അമ്മ തങ്കമ്മ. എൻ്റെ അമ്മ മരിച്ചു പോയി, അപ്പൻ ഇപ്പോഴുമുണ്ട്. അത് പാസ്റ്റർക്ക് ഏത് ക്രിസ്തീയ പശ്ചാത്തലത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്? ഞങ്ങൾ ചെറുചങ്കോട് സഭയുടെ മെമ്പറാണ്. ഇപ്പോൾ ഒരു സ്വതന്ത്ര സഭയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഓക്കെ. എത്ര വർഷമായിട്ട് പാസ്റ്റർ സുവിശേഷ വേല ചെയ്യുന്നു? സുവിശേഷ വേല, സഭാ ശുശ്രൂഷ ഉൾപ്പെടെ 1990 മുതൽ ശുശ്രൂഷയിലാണ്. ഏതാണ്ട് 35 വർഷം പൂർത്തിയായി. ഇപ്പോൾ 35 വർഷമായി പാസ്റ്റർ സുവിശേഷ വേലയിലാണ്. ഇപ്പോൾ പാസ്റ്ററുടെ ആ ബാല്യകാലത്ത് യൗവന പ്രായമൊക്കെ ആയപ്പോൾ ഒരു സുവിശേഷകനായി തീരണം എന്നുള്ള ഒരു ചിന്ത വരാനും അതോടൊപ്പം രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരാനും ഒരു പെന്തക്കോസ്ത് വിശ്വാസിയായിട്ട് ജീവിക്കുവാനും ഒരു സുവിശേഷകനാകുവാനുള്ള ഒരു താല്പര്യം എന്താണ്? അതിനുള്ള ഒരു കോളിംഗ് എന്താണ്? പ്രചോദനം എന്താണ്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ മാതാപിതാക്കളും അതുപോലെ അവരുടെ ബന്ധുക്കളൊക്കെ CSI CMS സഭകളൊക്കെ ആയിട്ട് സഹകരിച്ച് തിരുവല്ലയിൽ പ്രവർത്തിക്കുന്നവരാണ്. അതാണ് അവരുടെ പശ്ചാത്തലം. എൻ്റെ ചെറിയ പ്രായത്തിൽ ഇടുക്കിയിലേക്ക് എൻ്റെ വല്യപ്പനൊക്കെ കുടിയേറി പാർത്ത് അങ്ങനെ ഇടുക്കി ജില്ലയിൽ ഞങ്ങളായിത്തീരാൻ കാരണം അങ്ങനെയാണ്. എന്നാൽ എൻ്റെ ചെറിയ പ്രായത്തിൽ എനിക്ക് അപസ്മാരം എന്ന ഒരു രോഗം എന്നെ പിടിക്കാനിടയായി. അങ്ങനെ അത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സംഭവിക്കും, ബോധം പോകും, താഴെ വീഴും. അങ്ങനെ മിക്ക സമയം അപകടവും മുറിവുകളും ഒക്കെ ആയിട്ട് അങ്ങനെ വർഷങ്ങളോളം കടന്നുപോയി. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു 15 വർഷം തുടർച്ചയായിട്ട് എൻ്റെ ചെറിയ പ്രായത്തിൽ ചികിത്സ നടത്തി. എന്നിട്ടും ഒരു വ്യത്യാസമുണ്ടായില്ല. മാസത്തിൽ 1-2 ദിവസം ഹോസ്പിറ്റലിലായിരിക്കും, അല്ലെങ്കിൽ അതുപോലുള്ള അവസ്ഥയിലായിരിക്കും. അങ്ങനെ ഒരു വലിയ പ്രയാസകരമായ അവസ്ഥയായിരുന്നു ഞങ്ങളുടെ ഭവനത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പല സഭകളുടെ, പല പ്രസ്ഥാനങ്ങളുടെ ആളുകൾ, അവരുടെ വേണ്ടപ്പെട്ട അല്ലെങ്കിൽ പുരോഹിതരായിട്ടുള്ള ആൾക്കാർ, ശുശ്രൂഷകരായിട്ടുള്ള ആൾക്കാരൊക്കെ
അവരുമായിട്ട് ഞങ്ങൾ അവിടെ എല്ലാ ആളുകളുമായിട്ട് സഹകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എൻ്റെ പിതാക്കന്മാർക്ക്. അതുകൊണ്ട് അങ്ങനെയുള്ളവർ ഞങ്ങളുടെ വീട് സന്ദർശിക്കുകയും ഞങ്ങളോട് സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട് എല്ലാ സമയത്തും. അങ്ങനെ 2 ദൈവദാസന്മാർ ഞങ്ങളുടെ ഭവനത്തിൽ വരികയും ഞങ്ങളോട് നിരന്തരമായി സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ ഈ രോഗവിഷയം അവർ കൂടുതൽ ഗൗരവമായി ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. അപ്പം അവരാണ് എൻ്റെ മാതാപിതാക്കളോട് പ്രാർത്ഥനയിലൂടെ ഈ കാര്യത്തിന് ക്രമീകരണം ഉണ്ടാകും, നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ പ്രാർത്ഥനയും അങ്ങനെയുള്ള കാര്യങ്ങളോട് മാതാപിതാക്കൾക്ക് വലിയ ഒരു സാഹചര്യം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ ദൈവദാസന്മാരാണ് ഞങ്ങളോട്, എൻ്റെ പിതാക്കന്മാരോട് അങ്ങനെ സംസാരിക്കുകയും അവരത് തയ്യാറായി. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് ഒരു 3 ദിവസം എനിക്ക് വേണ്ടി പ്രാർത്ഥന നടക്കപ്പെട്ടു. അപ്പം അന്നത്തെ കാലത്ത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു 10-15 രൂപ, വെറും 10-15 രൂപയുടെ മുടക്ക് ആ സമയത്ത്. അപ്പോൾ ഒരു 2 ദിവസത്തെ കൂലി വേല ചെയ്യുമ്പോൾ കിട്ടുന്ന പൈസയാണ് ആ 15 രൂപ എന്ന് പറയുന്നത്. അപ്പം അത് അത്ര മുടക്ക് അവർക്കുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നുവാണെങ്കിലും ആ 3 ദിവസത്തെ പ്രാർത്ഥനയിൽ എൻ്റെ രോഗബന്ധനം എന്നേക്കുമായി നീങ്ങിപ്പോയി. അതിനുശേഷം ഞാൻ വീഴുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുകയോ ചെയ്തിട്ടില്ല. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് അങ്ങനെ അതായത് അപസ്മാരം പൂർണ്ണമായിട്ടും മാറി. അത് പനി വന്ന് എനിക്ക് വരുന്നത് പനി വരിക ചിലപ്പോൾ ഒരു 10 മിനിറ്റ് അരമണിക്കൂർ കൊണ്ടൊക്കെ ഭയങ്കരമായിട്ട് പനി വന്ന് ബോധം കിട്ടും, എവിടെ നിൽക്കുന്നോ അവിടെ വീഴും. അങ്ങനെയായിരുന്നു എനിക്കുണ്ടാകുന്ന അവസ്ഥ. അതുകൊണ്ട് എപ്പോഴും എൻ്റെ കൂടെ ഒന്നും ഒരാൾ വേണം, അല്ലെങ്കിൽ ഞാൻ ഉള്ളിടത്തൊരാൾ വേണ്ട ഒരു സാഹചര്യം ചെറിയ പ്രായത്തിലുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്ന് ദൈവം എന്നെ അത്ഭുതകരമായി വിടിവിച്ചു. അതാണ് എനിക്ക് ഒരു വലിയ അത്ഭുതകരമായി തോന്നുകയും ദൈവം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ളതും ദൈവത്തിന് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളതും ദൈവത്തിന് മാത്രമേ മനുഷ്യൻ്റെ വിഷയത്തെ സഹായിക്കാൻ പറ്റൂ എന്നുള്ളതും എനിക്ക് മനസ്സിലാക്കുകയും എന്നെ സൗഖ്യമാക്കിയ ആ ദൈവത്തിന് വേണ്ടി പോകണം എന്ന ഒരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തിച്ചേരാൻ അത് കാരണമായി. അവിടെ മുതലാണ് എൻ്റെ ശുശ്രൂഷയുടെ തുടക്കം. എത്രാമത്തെ വയസ്സിലായിരുന്നു അത്? ഞാനൊരു സൗഖ്യത്തിലേക്ക് വരുന്നത് ഒരു 15ാമത്തെ വയസ്സിലാണ്. പിന്നീട് പാസ്റ്റർ ബൈബിൾ കോളേജിൽ പഠനം നടത്തിയോ? ബൈബിൾ കോളേജിൽ പിന്നെ ഞാൻ അനേക കോളേജിൽ പഠിക്കാനുള്ള അവസരം എനിക്ക് ലഭിക്കപ്പെട്ടു. ആദ്യം ഞാൻ കോട്ടയത്ത് അപ്പോസ്തോലിക് ബൈബിൾ കോളേജിൽ 3 വർഷം ഡിപ്ലോമ പഠിക്കാനിടയായി. അതിനുശേഷം എനിക്ക് കവനൻ്റ് ബൈബിൾ കോളേജിൽ പഠിക്കാൻ ഇടയായി. അതിനുശേഷം ഒരു സ്വതന്ത്രമായിട്ടുള്ള 2-3 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാനിടയായി. അങ്ങനെ ഒരു 9 വർഷത്തോളം ബൈബിൾ പഠിക്കാൻ ഇടയായി. 9 വർഷം ബൈബിൾ കോളേജിലെ പഠനം ഉണ്ടായിരുന്നു. അതൊരു വലിയൊരു അനുഭവമാണല്ലോ. ഇപ്പോൾ ഒരു 5 വർഷത്തെ കോഴ്സ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പഠനം തുടരുകയാണ്. അല്ല, 9 വർഷമൊക്കെ ബൈബിൾ കോളേജിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അത് നിസ്സാര കാര്യമല്ല. അതിനുശേഷം ബൈബിൾ കോളേജിലെ പഠനത്തിന് ശേഷം പിന്നീട് പാസ്റ്റർ സഭാ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണോ ചെയ്തത്? സഭാ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയായിരുന്നില്ല ചെയ്തത്. ഞാൻ ആദ്യം ചെയ്തത്, എനിക്ക് എൻ്റെ ആ ചെറിയ പ്രായത്തിൽ ദൈവത്തെ പെട്ടെന്ന് ഒരു ഭയങ്കര ഒരു സ്ഫോടനം പോലെയാണ് ദൈവത്തെ എനിക്ക് പരിചയപ്പെടാനിടയായി. അതുപോലെ തന്നെ എനിക്ക് അതിശയമായിരുന്നു ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ഒരു ആർത്തി. അങ്ങനെ നമ്മൾ എല്ലാവരോടും ചോദിച്ചാൽ ആ സമയത്ത് ബൈബിൾ പ്രകാരമുള്ള അറിവുള്ളവർ വളരെ ചുരുക്കമായിരുന്നു. അപ്പോൾ പഠിച്ചേ തീരൂ എന്നുള്ളൊരു വിഷയം അവിടെയാണ് വരുന്നത്. അതൊന്ന്. രണ്ടാമത്തത്, ആ സമയത്ത് നമ്മളെ ഓരോരുത്തർ തടഞ്ഞു നിർത്തി ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു രീതി അന്ന് അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ എതിലേ പോയാലും ആൾക്കാർ പിടിച്ചു ചേർത്ത് നമ്മളോട് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കും വിശ്വാസവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ വരുന്നത് വിളിച്ചു പറഞ്ഞ് അതൊരു ശരിയായ ഒരു കാര്യമല്ല. ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ 100% മറുപടി കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു 50% നമുക്കൊരു നീതി പുലർത്തിക്കൊണ്ട് മറുപടി പറയാൻ കഴിയണേ പഠിക്കണം. അതുകൊണ്ടാണ് പഠനത്തിൻ്റെ പുറകെ മുന്നോട്ട് പോകാൻ ഇടയായത്. അങ്ങനെ പഠിക്കാനിടയായി. പഠിച്ചതിനടിസ്ഥാനത്തിൽ മറ്റുള്ളവരെ പഠിപ്പിക്കണമെന്നുള്ള
ഒരു ചിന്ത ഉണ്ടായി. അതെനിക്ക് എന്നെ ഭയങ്കരമായി കലശലായി എന്നെ നിയന്ത്രിച്ചു. അപ്പോൾ ആദ്യം മുതലേ ഞാൻ പഠിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ആണ് എത്തി. ചെറുപ്പക്കാരെയൊക്കെ സംഘടിപ്പിച്ച് യൗവനക്കാരെയൊക്കെ സംഘടിപ്പിച്ച് എനിക്ക് പഠിപ്പിക്കാനായിട്ട് ഇടയായി. അതാ നമ്മളങ്ങനെ പഠിപ്പിക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഭാ ചാർജ് ലഭിക്കപ്പെട്ട്. അത് ഏത് സഭയായിട്ട് ബന്ധപ്പെട്ടായിരുന്നു? അത് സ്വതന്ത്ര സഭയായിട്ടാണ് ബന്ധപ്പെട്ടാണ് ഞാൻ ശുശ്രൂഷയിലേക്ക് വന്നത്. എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ഒരു മിനിസ്ട്രി, അവരുമായിട്ട് സഹകരിച്ച് ഞങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ സഭയുടെ പ്രവർത്തനം ഇതുപോലെ ബൈബിൾ സ്റ്റഡിയൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകാനായിട്ട് ഇടയായി തീർന്നു. പിന്നീട് വിവാഹമൊക്കെ ഏത് സമയത്തായിരുന്നു? വിവാഹം ഞാനങ്ങനെ കർത്താവിൻ്റെ വേലയിലേക്ക് വന്നു. സഭാ ശുശ്രൂഷ എറണാകുളം ജില്ലയിൽ ചില സ്ഥലത്ത് നടത്തി. അതിനുശേഷം ഇടുക്കി ജില്ലയിൽ ചെന്നലാറുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യാൻ അവിടെ അവസരം ലഭിക്കപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ശുശ്രൂഷകൾ ചെയ്തു. കോട്ടയം ജില്ലയിൽ വടകര എന്ന സ്ഥലത്ത് അവിടെ താമസിച്ച് ശുശ്രൂഷ ചെയ്യാനുള്ള അവസരം ലഭിക്കപ്പെട്ടു. വൈക്കത്തിനടുത്ത് വാഴമന എന്ന സ്ഥലത്ത് പ്രവർത്തിക്കാനുള്ള അവസരം. ഇവിടെ ഈ സ്ഥലങ്ങളിലെല്ലാം 2 വർഷം 3 വർഷത്തോളം അങ്ങനെ പ്രവർത്തിക്കാനിടയായി. അതിനുശേഷം ഞാൻ എനിക്ക് കണ്ണൂരിൽ പ്രവർത്തിക്കാൻ അവസരം ലഭിക്കപ്പെട്ടു. ചെറുപുഴ, പുളിങ്ങം, കോഴിച്ചാല്, ജോസഗിരി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എനിക്ക് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചു. സ്വതന്ത്ര സഭയായിരുന്നു. അവിടെ സ്വതന്ത്ര സഭ, ഹെവൻലി ചർച്ചകോട് എന്ന് പറയുന്ന ഒരു സഭ, അത് ആ വടക്കൻ സ്റ്റേറ്റ് ജില്ലകളിലൊക്കെ മാത്രമാണ്. അന്ന് തന്നെ അവർക്ക് 10-30 സഭയുണ്ടായിരുന്നു. ആ സഭയിൽ ചേർന്ന് നിന്നാണ് നമ്മൾ അവിടെ പ്രവർത്തിച്ചത്. അപ്പോൾ കോഴിച്ചാല് മീൻതുള്ളി എന്ന സ്ഥലത്ത് ഞാൻ അവിടെ പാസ്റ്ററായിട്ടിരിക്കുമ്പോഴാണ് എൻ്റെ വിവാഹം നടക്കുന്നത് 23-ാമത്തെ വയസ്സിൽ. അങ്ങനെ കട്ടപ്പന സ്വദേശിയാകുന്ന ബെച്ചുകരോട്ട് ഭവനം, അവർ അന്തർദേശീയ സഭയിൽ ഇപ്പോൾ IPC സഭയാണ് ആ സഭയുടെ അംഗമാണ് എൻ്റെ ഭാര്യ. അങ്ങനെ ഞങ്ങളവിടെ കുടുംബമായിട്ട് ഞങ്ങൾക്ക് കണ്ണൂർ പ്രവർത്തിക്കാനിടയായിത്തീർന്നു. അതിനുശേഷം 1996 അവിടെ നിന്ന് ഞങ്ങൾ വയനാട്ടിലേക്ക് പുൽപ്പള്ളിയിൽ അവിടെ സഭയായിട്ട്. അതിനുശേഷം ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് മടങ്ങി വന്നു. 1999 2000 പുനലൂരിൽ എത്തിച്ചേർന്നു. പുനലൂരിൽ കവനൻ്റ് മിനിസ്ട്രിയിൽ ബൈബിൾ കോളേജിലും അതുപോലെ അവർക്ക് ഓർഫണേജും വൃദ്ധ മന്ദിരവും അങ്ങനെയൊക്കെയുള്ള സ്ഥാപനം ഉണ്ടായിരുന്നു. ആ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പും അതിൻ്റെ കാര്യങ്ങളുമായിട്ടാണ് ഞങ്ങൾ 2000 വരുന്നത്. അപ്പോൾ തീരെ കുഞ്ഞുങ്ങളായതുകൊണ്ട് 2000 ഈ പുനലൂരെത്തി. പിന്നെ അവരെ ഇവിടെ പഠിപ്പിക്കുകയും ഓർഫണേജ് ഉണ്ട്. ഓർഫണേജിൽ ഒരു 10-20 പിള്ളേരുണ്ടായിരുന്നു. അവരെയും പഠിപ്പിച്ച് അങ്ങനെ മുന്നോട്ട് പോയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ അങ്ങ് സ്ഥിരപ്പെടാൻ കാരണം പിള്ളേരുടെ വിദ്യാഭ്യാസത്തിന് കോട്ടം വരാതെ അങ്ങനെ ഞങ്ങൾ ഇവിടെ തന്നെ അങ്ങ് സ്ഥിരപ്പെട്ടത്. ആയിക്കോട്ടെ. പാസ്റ്ററുടെ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടുള്ളതായിട്ടുള്ള അത്ഭുതങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? പാസ്റ്ററുടെ മിനിസ്ട്രിയിലൂടെ അല്ലെങ്കിൽ പാസ്റ്ററുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായി ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ഈ കേൾക്കുന്നവർക്ക് ഒരു ആത്മീയ പ്രചോദനം ലഭിക്കാൻ വേണ്ടി ഒന്ന് പറയാമോ? തീർച്ചയായും. ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന വൻകാര്യങ്ങൾ നമ്മൾക്ക് പറയുക എന്നുള്ളത് അതാണ് മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട്. ദൈവം ചെയ്ത കാര്യങ്ങൾ നമ്മൾ മറ്റൊരാളോട് പറയുന്നില്ലെങ്കിൽ അതൊരു ഭയങ്കരമായ വഞ്ചനയാണ്. നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ വികസിപ്പിച്ച് പറയുന്നതിനേക്കാൾ ദൈവം എനിക്ക് അങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് അത് യാഥാർത്ഥ്യമായ ദൈവനാമത്തിൻ്റെ മഹത്വമാണ്. ഞങ്ങൾ ഇടുക്കി ജില്ലയിൽ എൻ്റെ കുഞ്ഞിന് 1 വയസ്സുള്ള സമയത്ത് 2 വയസ്സോളം ഉള്ള സമയത്ത് ഇടുക്കി ജില്ലയിൽ ഞങ്ങൾ പാർക്കുമ്പോൾ വലിയൊരു പ്രതികൂലമായ ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. ഞങ്ങൾ അവിടുന്ന് ഇനിയൊരു എന്ത് ചെയ്യണമെന്ന് വിചാരിക്കുന്ന രീതിയിൽ ഞങ്ങൾ കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കേണ്ട സാഹചര്യം വന്നു. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലത്ത് കോഴിമല എന്ന സ്ഥലത്ത് താമസിച്ചു. എൻ്റെ സുഹൃത്ത് വഴിയാണ് അവിടെ ഒരു അവസരം ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ടത്. അപ്പം അവിടെ ഞങ്ങൾ ആയിരുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടായ ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് അവിടെ നിൽക്കാനും ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. സാമ്പത്തികമായ വഴിയില്ലായിരുന്നു, കുഞ്ഞിനെ നോക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ഞങ്ങൾ ആ വീട്ടിൽ വസിച്ചു.
അപ്പോൾ ഞങ്ങൾ ഈ തറയിലൊക്കെ കിടന്ന സമയത്ത് അങ്ങനെ കിടന്ന സമയത്ത് കുഞ്ഞിന് മാത്രമാണ് പായും അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ടായത്. ഞങ്ങൾ അവിടെ ചില ഒരു മാസത്തോളം ഞങ്ങൾ ആ വീട്ടിൽ താമസിച്ച ആ രീതിയിൽ. ആ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, പൊടിയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്ന ഒരു ദൈവമുണ്ട്. ഞാനങ്ങനെ ആ വാക്യം പ്രസംഗിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ വാക്യത്തിൽ അങ്ങ് ആശ്രയിച്ച് അവിടെ അന്ന് പ്രാർത്ഥിച്ചു. അന്ന് സമയത്ത് ഒരു ജോലി അന്വേഷിക്കാൻ ശ്രമിച്ചു, ഒരു സാമ്പത്തിക വഴി കണ്ടെത്താൻ ശ്രമിച്ചിട്ട് അതൊന്നും ശരിയാവില്ല. എല്ലാ ദിവസവും അതിനുവേണ്ടി ശ്രമം നടത്തി. ഒരു മാസത്തോളം ശ്രമം നടത്തിയിട്ട് ഒരു ജോലി കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റിയില്ല. അത് ദൈവത്തിൻ്റെ നിയോഗമായിരുന്നു. അങ്ങനെ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച, കർത്താവേ, നീ പൊടിയിൽ നിന്ന് ഉയർത്തുന്നവൻ. ഞങ്ങളിത് ഏറ്റവും താഴെ അവസ്ഥയിലായിരിക്കുന്നു, ദൈവം അവിടുന്ന് ഉയർത്തണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച സമയത്ത്, അങ്ങനെയുള്ള സമയത്ത് എന്നെ ആ സ്ഥലത്ത് എനിക്ക് വാടക വീട് എടുത്ത് തന്ന എൻ്റെ സുഹൃത്ത്, അദ്ദേഹം ഒരു ബൈബിൾ കോളേജിൽ പഠിച്ച ആളാണ്. അപ്പോൾ ആ ബൈബിൾ കോളേജ് നിന്നു പോയിട്ട് അത് അമേരിക്കക്കാർ നടത്തിയ ഒരു ബൈബിൾ കോളേജാണ്. ആ സാർ അവിടെ വന്നു. ആ സാർ അവിടെ വന്നിട്ട് ഇനി തുടർന്നു ബൈബിൾ കോളേജിൻ്റെ പ്രവർത്തനം കട്ടപ്പനയിൽ നടത്തണം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് അതിൽ സഹകരിക്കാൻ പറ്റില്ല, വീട്ടിൽ കുറേ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാനുണ്ട്, അതുകൊണ്ട് അതിൻ്റെ പുറകെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ പുള്ളി ഒഴിഞ്ഞു മാറിയപ്പോൾ ആ സാറ് പറ്റില്ല, അത് തുടരണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഇവിടെ എൻ്റെ സ്നേഹിതനായ ഒരു പാസ്റ്ററുണ്ട്, അദ്ദേഹം അത് ഏറ്റെടുക്കും എന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്നെ അദ്ദേഹം വന്ന് കാണുകയും എന്നോട് ആ ബൈബിൾ കോളേജ് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുകയും ഈ മിനിസ്ട്രിയുമായിട്ട് സഹകരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ പുനലൂർ എത്തുന്നത്. അപ്പോൾ നമ്മൾ ആ പ്രാർത്ഥിച്ചതുപോലെ കുപ്പയിൽ നിന്ന് അല്ലെ പൊടിയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്ന ദൈവം. ഒരു 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ പുനലൂര് ഒരു ഫ്ലാറ്റിൻ്റെ 4ാം നിലയിൽ ആരാധന നടത്തി. അവിടെ KB ഗണേഷ് കുമാർ പോലെയുള്ള ഉന്നതരായിട്ടുള്ള ആളുകൾ പങ്കെടുത്തു. അപ്പം നമ്മൾ ഏറ്റവും താഴേന്ന് ഏറ്റവും മുകളിലേക്ക് ചില ദിവസങ്ങളുടെ വ്യത്യാസമാണ്. അത്ര വേഗതയായിരുന്നു. അത് എൻ്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബമായിട്ടുള്ള ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതമാണ്. അങ്ങനെയാണ് ഞങ്ങൾ പുനലൂർ വരുന്നത്. ആ കവനന്റ് മിനിസ്ട്രിയുടെ ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളൊക്കെ ഞങ്ങൾ നടത്തി വരികയായിരുന്നു. അങ്ങനെ അതൊരു എൻ്റെ ഒരു അനുഭവമാണ്. അതിനുശേഷം ദൈവദാസൻ മരിച്ചു. പിന്നെ അദ്ദേഹത്തിന് 2 പെൺപിള്ളേരാണ്, അവർ അമേരിക്കയിൽ തന്നെയാണ്. അങ്ങനെ ആ മിനിസ്ട്രി അങ്ങ് ഒഴിവായി. ബൈബിൾ കോളേജൊക്കെ അത് കൊണ്ടുപോകാൻ കഴിവുള്ള ദൈവദാസന്മാരെ ഏൽപ്പിച്ചു. സ്ഥാപനങ്ങളൊക്കെ അങ്ങ് കൈമാറി. പുനലൂർ ഒരു ബിൽഡിംഗ് ഉണ്ടായതല്ല, വേറെ ഒരു സ്ഥാപനത്തിന് വിറ്റുപോയി. അങ്ങനെ ഞങ്ങളിവിടെ തന്നെ താമസിച്ചു. അങ്ങനെ പൊതു ശുശ്രൂഷകൾ ചെയ്തു. ഈ പുനലൂർ വന്ന് ആദ്യ സമയത്ത് തന്നെ എനിക്ക് എടുത്ത് പറയാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ പുനലൂർ വന്നതിന് ശേഷം ഈ മിനിസ്ട്രി വിട്ടതിന് ശേഷം, കവനന്റ് മിനിസ്ട്രിയുടെ പ്രവർത്തനം നിന്നതിന് ശേഷം പിന്നെ ഞങ്ങളിവിടെ താമസിച്ച പിള്ളേരുടെ കാര്യങ്ങളതൊക്കെ പൊതു ശുശ്രൂഷകളുണ്ട്, ക്ലാസ്സുകളുണ്ട്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരിക്കൽ അഞ്ചൽ ടൗണിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് ബസ്സുകാത്ത് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് അഞ്ചലിൽ വന്ന് നിന്നു. പിന്നെ ഞാൻ താമസിക്കുന്നിടത്തോട്ട് ബസ് വരാൻ വേണ്ടി ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഒരു ഉച്ച കഴിഞ്ഞ ഒരു 3 മണി സമയമാണ്. ആ സമയത്ത് ഒരു സഹോദരൻ വളരെ വേഗതയിൽ ഓടി ജംഗ്ഷനിൽ കൂടെ വരികയാണ്. അദ്ദേഹം വന്ന് എൻ്റെ അടുത്തുകൂടെ അങ്ങ് കടന്നു പോയിട്ട് ഞാനൊരു പാസ്റ്ററാണ് എന്ന് പുള്ളിക്ക് തോന്നിയിട്ട് പുള്ളി തിരിച്ച് വന്ന് എന്നോട് സ്തോത്രം പറഞ്ഞു. അങ്ങനെ ഞാൻ സ്തോത്രം പറഞ്ഞു. എന്താണ് പുള്ളിക്കാരൻ്റെ പെങ്ങള് ഹോസ്പിറ്റലിലായിരിക്കുന്നു എന്ന് ഫോൺ വന്നിട്ട് പുള്ളി ജോലി സ്ഥലത്തുനിന്ന് ഓടി വരിക, മിഷൻ ആശുപത്രിയിൽ. അങ്ങനെ അദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ട് എന്നോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് പരിചയമില്ലാത്തൊരു ആളാണ്. പുള്ളിക്കാരന് അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട് ഇങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞപ്പം പിന്നെ ഞാനും വരാൻ സഹോദരാന്ന് പറഞ്ഞ് ഞാനും കൂടെ അദ്ദേഹത്തോടു കൂടെ ഹോസ്പിറ്റലിൽ പോയി. പക്ഷേ ഈ പട്ടിണി ഇങ്ങനെ അനുഭവിക്കുമ്പോൾ ഈ മക്കൾക്ക് ഭക്ഷണം കൊടുക്കണമല്ലോ, അന്നേരം ഒക്കെ അനുഭവിച്ച ഒരു മാനസികാവസ്ഥ എന്താ? കുഞ്ഞു കുട്ടികളാണ്, അവർക്ക് പാല് വേണം, ഭക്ഷണം വേണം. അപ്പം ഇത്തരം ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് വാസ്തു തരണം ചെയ്തത്? ഞങ്ങൾ 2 രീതിയിലും ഞങ്ങളത് കൈകാര്യം ചെയ്യാനിടയായി. ഒന്ന്, ഞങ്ങൾ വിശ്വാസത്താൽ തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പം ദൈവം പ്രവർത്തിച്ച ഒരു ഭാഗമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. രണ്ടാമത്തത്, ഞങ്ങൾ ജോലി ചെയ്യാനായിട്ട് തയ്യാറായി.
ഞാൻ ഡ്രൈവറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അതുപോലെ കൃഷിയിടത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ജോലി ചെയ്തുകൊണ്ട് മക്കളെ അത്യാവശ്യം വിദ്യാഭ്യാസവും കർത്താവിൻ്റെ വേല ചെയ്യത്തക്ക രീതിയിൽ ഞങ്ങൾ ആ സമയത്ത് ആ കാര്യങ്ങളെ ഇവിടെ ക്രമീകരിക്കാനിടയായത്. ഇവിടെ അഞ്ചലുള്ള ശ്രീകൃഷ്ണ എന്ന് പറയുന്ന കമ്പനിയിൽ ഞാൻ കുറേ വർഷം വണ്ടി ഓടിക്കാനും അവരുടെ വർക്കിൽ ഇടയായി. അതുപോലെ ചില വലിയ കൃഷിക്കാരോട് ചേർന്ന് കൃഷി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാനിടയായി. ഇപ്പോൾ അഞ്ചലിൽ എനിക്ക് ഒരു ചെറിയ ഒരു 3/4 ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്ത് ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. നമുക്ക് ലഭിക്കപ്പെടുന്ന ചെറിയ സമയം അവിടെ പോയി ചില കാര്യങ്ങളൊക്കെ ചെയ്യും. അതൊക്കെ ഞങ്ങൾക്ക് മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാനായിട്ട് ഇപ്പോൾ ഇടയാകുന്നുണ്ട്. പാസ്റ്ററുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ്? ഇപ്പം നമ്മൾ ചില ആളുകളെ കാണുമ്പോൾ ഇന്നിന്ന ആളുകളുടെ ജീവിതം മാതൃകയാക്കാൻ കൊള്ളാം എന്നൊക്കെ ചിന്തിക്കുന്ന ആത്മീയ നേതാക്കന്മാർ ആരൊക്കെയാണ്? അങ്ങനെ പാസ്റ്ററുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ളത് ആരൊക്കെയാണ്? എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ച കുറേ വ്യക്തികൾ ദൈവദാസന്മാരായിട്ടും അല്ലാതെ ലോകത്തിൽ കുറേ പാഠങ്ങൾ തരുന്ന കുറേ വ്യക്തികളുണ്ട്. അതിൽ ഞാൻ എൻ്റെ സാധാരണക്കാരായിട്ടുള്ള കുറച്ചാൾ സുഹൃത്തുക്കൾ, എൻ്റെ സ്നേഹിതരായിട്ടുള്ള ചില ദൈവാസന്മാരുണ്ട്. അതിൽ ഒരു ബെന്നി പാസ്റ്റർ എന്ന് പറയുന്ന ഒരു ദൈവാസൻ, അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചത് വളരെ ദീർഘസമയം കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവാസനാണ്. അപ്പോൾ ആദ്യ സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, ഇതിന് വലിയ പ്രയോജനമുണ്ട് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്, അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വലിയ പ്രയാസത്തിലൂടെയൊക്കെ കടന്നു പോകാൻ വളരെ ലോ ക്ലാസ് ആയിട്ട് പോകുന്ന സമയത്തും മണിക്കൂറോളം കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവാസൻ. പക്ഷേ ഒരു 15 വർഷം 20 വർഷം കഴിഞ്ഞപ്പോഴേക്കും അവർ ആ കണ്ണുനീരിൻ്റെ വില ദൈവം അവരെ അത്യന്തം ഉയർത്തി. എല്ലാ നിലയിലും ദൈവം അവരെ ഉയർത്തി. അപ്പം എനിക്ക് മനസ്സിലായി ഒരു പ്രാർത്ഥനാ ജീവിതം എന്നുള്ളത് എനിക്ക് കുറച്ച് സമയം വേർതിരിച്ച് പ്രാർത്ഥിക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു വ്യക്തി അദ്ദേഹമാണ്. പിന്നെ ഇവിടെ ഈ പുനലൂർ വന്നു കഴിഞ്ഞപ്പോഴത്തേന് കുറച്ച് ദൈവദാസന്മാരുടെ ശുശ്രൂഷകൾ എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ദൈവസഭയെ മുന്നോട്ട് വളർത്തിയെടുക്കുന്ന കുറേ ദൈവദാസന്മാർ ഈ പുനലൂരുണ്ട്. അവരുടെ ആ കഴിവ് ഉപയോഗിക്കാനല്ല, ഒരു സാധാരണ ഒരു അഭിഷിക്തനായിട്ട് അവർ നിൽക്കുകയും അവരോടുകൂടെ സഹകരിക്കുന്ന സഹോദരന്മാരെ ദൈവദാസന്മാരെ ഒക്കെ അവർ വിളിച്ചു വരുത്തി അവരുടെ സഭയിൽ അവസരങ്ങൾ നൽകി അങ്ങനെ ശക്തമായ മിനിസ്ട്രി വളർന്ന കുറേ പ്രവർത്തനക്കാരായിട്ടുള്ള ആളുകൾ ഈ പുനലൂരുണ്ട്. അവരെയൊക്കെ ഞാൻ വളരെയധികമായിട്ട് പിന്തുടരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ അധ്യാപകൻ, ഞങ്ങളെ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ച വർഗീസ് പാസ്റ്റർ, വർഗീസ് സാറ്, അദ്ദേഹം പാമ്പനാറിലുള്ളതാണ്. EJ വർഗീസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ രീതികൾ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ബൈബിൾ കോളേജിലെ അധ്യാപനാണ്, ഇപ്പോഴും അധ്യാപനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് ഒരു പ്രാവശ്യമേ പറയും. വളരെ ഗൗരവമാണ് പുള്ളി, വളരെ ശക്തമായിട്ട് ഭയങ്കര സാക്ഷ്യമാണ്, പറഞ്ഞതുപോലെ ചെയ്യുന്ന ആളാണ്. ഭയങ്കര കർശനമായിട്ടാണ് ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്നത്. അദ്ദേഹത്തെ കാണുമ്പോൾ ദൈവദാസന്മാർ, സാറന്മാർ, കോളേജിലുള്ളവരൊക്കെ പേടിക്കും, വിറയ്ക്കും. അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞാൽ മതി, പിന്നെ ആ കോളേജിൽ ആരും അനങ്ങിയല്ല. പക്ഷേ ആ സമയത്ത് നമുക്ക് അങ്ങനെ ഇതെന്താ അങ്ങനെയാന്ന് പറഞ്ഞു. പക്ഷേ അതിനുശേഷം നമ്മൾ ആ കോളേജ് വിട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഉള്ളതുകൊണ്ടാണ് നമുക്ക് പഠിക്കാൻ പറ്റിയത്. അന്ന് ആ ഭയപ്പെട്ടതുകൊണ്ട്, അന്ന് അദ്ദേഹം നാം കാണിച്ചു തന്ന ആ മാതൃക അദ്ദേഹത്തെ പിന്തുടരാൻ കൊള്ളാം. അദ്ദേഹം വീട് നോക്കുന്നത്, കുടുംബത്തെ നോക്കുന്നത്, തലമുറയെ നോക്കുന്നത്, സഭയെ നോക്കുന്നത്, കോളേജിനെ നോക്കുന്നത്, ഇതെല്ലാം വലിയ ഒരു ഭയങ്കര എന്നെ അത്ഭുതപ്പെടുത്തി. അങ്ങനെ അതിൻ്റെ ഒരു പകുതിയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് സ്വീകരിക്കത്തക്ക രീതിയിൽ കാണിച്ചു കൊടുക്കണം, കഴിയണമെന്നുള്ള ഒരു ചിന്ത ഉണ്ട്. ആ ദൈവാസനെ ഞാൻ ഭയങ്കരമായിട്ട് അഭിമാനത്തോടെ പിന്തുടരാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ഇവിടെ വന്നതിന് ശേഷം നമ്മളുമായിട്ടൊന്നും ബന്ധമില്ലാത്തതാണെങ്കിൽ AG സഭയുടെ സൂപ്രണ്ടായിട്ടുള്ള സാറ് ശൗമേൽ സാർ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ലീഡർ സ്വഭാവം, അദ്ദേഹത്തിൻ്റെ ഗാംഭീര്യ ശബ്ദം, അദ്ദേഹം സംസാരിക്കുന്ന പദങ്ങൾ,
അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചിട്ടുണ്ട്. കാരണം ഏതൊരു മനുഷ്യൻ്റെ മുമ്പിലും, ഏത് ആളുകളുടെ മുമ്പിലും, ഏത് രാജ്യത്തും, ഏത് സമൂഹത്തിന് മുമ്പിലും അന്തസ്സായിട്ടൊരു ദൈവദാസന് നിൽക്കാൻ കഴിയുന്ന ഒരു മെത്തേഡ് അത് അദ്ദേഹം കാണിച്ച്, അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് ഈ ഒരു മെത്തേഡൊക്കെ നമ്മൾ പിന്തുടർന്നാൽ ഒരിടത്ത് മാറി ഇതേ കൊള്ളത്തില്ല എന്ന് ആരും പറയത്തില്ല. അത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു അത്ഭുതം. അതുപോലെ ഞാൻ ഇവിടെ ഈ കവനൻ്റ് മിനിസ്ട്രിയുടെ ഡയറക്ടറായ എസ് കോശി, അദ്ദേഹം ഒരു ഭയങ്കര മാതൃകയുള്ള ഒരു ദൈവദാസനായിരുന്നു. ഭയങ്കര മാതൃകയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ഗൾഫിൽ വെച്ച് ഷട്ടർ തലയിൽ വീണ് ഭയങ്കര ഒരു അപകടമൊക്കെ ഉണ്ടായി. അങ്ങനെയൊക്കെയുള്ള അദ്ദേഹം ഒരു വലിയ കമ്പനിയുടെ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ തന്നെ പാസ്റ്ററായിരുന്നു, AG-യിലെ പാസ്റ്ററായിരുന്നു. പുള്ളി അമേരിക്കയിൽ പുള്ളിക്കാരനുള്ള സാഹചര്യം കിട്ടിയപ്പോൾ ഇവിടെ ഒരു മിനിസ്ട്രി പുള്ളിക്കാരൻ നടത്തിയതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രീതി, അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞാൽ, അമേരിക്കയിൽ നിന്ന് അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞാൽ ദൈവദാസന്മാരെ എല്ലാവരെയും വിളിക്കും. അപ്പോൾ വളരെ ലോ ക്ലാസ് ആയിട്ടുള്ള ദൈവദാസന്മാർ അന്ന് മിനിസ്ട്രിയിലുണ്ടായിരുന്നു. വളരെ പാവപ്പെട്ട ദൈവദാസന്മാരുണ്ടായിരുന്നു. ഈ ദൈവദാസൻ്റെ ഒരു പ്രത്യേകത, എല്ലാ ദൈവദാസന്മാരെയും വിളിച്ച് ഈ ദൈവദാസന്മാരുടെ എല്ലാ കുഴപ്പങ്ങളും ചോദിച്ച്, അവരെ പ്രശ്നങ്ങൾ ചോദിച്ച്, അവരെ കുടുംബാവസ്ഥ ചോദിച്ച്, അവരെ സങ്കടം ചോദിച്ച്, അവരെല്ലാം വളരെ സ്നേഹിക്കുന്ന ഒരു ദൈവദാസനെ കണ്ടെത്താനും അദ്ദേഹം മരിച്ചു പോയല്ലോ എന്നുള്ളൊരു ഭയങ്കര സങ്കടം അദ്ദേഹത്തെ പോലെ ഉള്ള ആളുകൾ ഈ ആത്മീയ ജീവിതത്തിൽ ഉണ്ടായാൽ, ഇപ്പോൾ ഒരു ദൈവദാസൻ മിനിസ്ട്രിയുടെ നേതാക്കന്മാരായിട്ടുള്ള ഒരു ദൈവദാസന്മാരെ വിളിച്ച് നിങ്ങളുടെ സങ്കടം എന്താണെന്ന് ആരും ചോദിക്കത്തില്ല. പക്ഷേ ആ ദൈവദാസൻ അങ്ങനെ ആയിരുന്നില്ല. അത് ആ ദൈവദാസന്മാരെ മാത്രമല്ല, അവരുടെ ഭാര്യമാരെ, അവരുടെ കുഞ്ഞുങ്ങളെല്ലാം വിളിച്ച് അവരുടെ സങ്കടം, അവരുടെ ആവശ്യം ചോദിച്ച് അത് നടത്തി കൊടുക്കുന്ന ഒരു ദൈവദാസനായിരുന്നു ഈ കോശി സാർ എന്ന് പറയുന്ന ആൾ. പിന്നെ അദ്ദേഹത്തെ എനിക്ക് ഭയങ്കരമായി ഞാൻ അദ്ദേഹത്തെ പിന്തുടരുന്നു. അവരിലൂടെയൊക്കെ എനിക്ക് മനസ്സിലായ പ്രവർത്തികൾ മറ്റുള്ളവർക്ക് വേണ്ടി. അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ വർഷവും 10ഓളം പാവപ്പെട്ട സഹോദരിമാരുടെ വിവാഹം നടത്തി കൊടുക്കുമായിരുന്നു. അങ്ങനെയുള്ള ഒത്തിരി പേരെ സഹായിക്കുമായിരുന്നു, പാവപ്പെട്ട ഒത്തിരി പേരെ സഹായിക്കുമായിരുന്നു. അങ്ങനെ ഒരു വലിയ ആത്മാർത്ഥമായൊരു പ്രവൃത്തി കാണിച്ച ഒരു ദൈവദാസനാണ്. ഇങ്ങനെ ഒത്തിരി പേര് എൻ്റെ ജീവിതത്തിലുണ്ട്. പിന്നെ ഞാൻ വടക്കേ ഇന്ത്യയിൽ അല്ലെങ്കിൽ വടക്കൻ സ്റ്റേറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെയുള്ള സഭയുടെ ഡയറക്ടറായിരുന്ന വർദ്ധുണ്ണി പാസ്റ്റർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു സ്റ്റേറ്റ് ബാങ്കിൻ്റെ മാനേജരായിരുന്നു. അദ്ദേഹം ജോലി രാജിവെച്ചിട്ടാണ് 7 പെമ്പിള്ളേർ, അദ്ദേഹത്തിന് 7 പെമ്പിള്ളേർ ജോലി രാജിവെച്ചിട്ട് അദ്ദേഹം അനുഭവിച്ച കഷ്ടതകൾ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. അവർക്ക് ആഹാരം കൊടുക്കാനൊന്നും പുള്ളിക്കില്ലായിരുന്നു. പക്ഷേ പുള്ളിക്കാരനെ ദൈവം ഭയങ്കരമായിട്ട് ഉയർത്തി. പെമ്മക്കളൊക്കെ വിവാഹം, അവരെല്ലാവരും VIP-കളായിട്ടുള്ളവർ വിവാഹം ചെയ്തു. ശക്തമായിട്ടുള്ളൊരു മിനിസ്ട്രി അദ്ദേഹത്തിന് നടത്താൻ കഴിഞ്ഞു. ഈ തൃശ്ശൂർ അദ്ദേഹത്തിൻ്റെ സഭയിൽ ഞാൻ അവിടെ കടന്നു ചെല്ലുമ്പോൾ, അപ്പോൾ ഈ വർദ്ധനി പാസ്റ്റർ എന്നുള്ള അദ്ദേഹം ഭയങ്കരമായ അദ്ദേഹത്തെ പിന്തുടരാൻ കഴിയുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. പുള്ളി സഭയുടെ ശുശ്രൂഷയിലേക്ക് വന്നപ്പോൾ പുള്ളിക്കാരൻ കാണിച്ച മാതൃക ഭയങ്കരമായിരുന്നു. അനേക ആത്മാക്കളെ നേടാൻ പുള്ളിക്കാരന് സാധിച്ചിട്ടുണ്ട്. ഞാൻ 96 അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയിൽ തൃശ്ശൂർ അദ്ദേഹത്തിൻ്റെ സഭയിൽ ചെല്ലുമ്പോൾ എനിക്ക് കാണാൻ സാധിച്ച അത്ഭുതകരമായൊരു കാഴ്ചയുണ്ട്. അദ്ദേഹത്തിൻ്റെ സഭയിൽ ഒരു 30ഓളം ചെറുപ്പക്കാർ വിശ്വാസികളായിട്ടുണ്ടായിരുന്നു. 20 വയസ്സിനും 30 വയസ്സിനും, അല്ലെങ്കിൽ 15 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള 30 പേര്. അദ്ദേഹത്തിൻ്റെ സഭയിൽ ചെറുപ്പക്കാർക്ക് ഇരിക്കാൻ ഇടയില്ലായിരുന്നു. ആ സഭയിൽ മെസ്സേജ് ഞാൻ കൊടുത്തിട്ടുണ്ട് ആരാധനയിലൊക്കെ. ഭയങ്കര അത്ഭുതമായിരുന്നു. ഭയങ്കര അവിടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ അങ്ങ് ഭയങ്കരമായ ഇങ്ങനെയുള്ള സഭ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ഈ സഹോദരന്മാർ. അപ്പോൾ ഈ വർദ്ധനി പാസ്റ്ററുടെ സഭയിലെ സഹോദരന്മാർ ഒരു 30 വയസ്സിലുള്ള താഴെയുള്ളവർ, യൗവനക്കാരുടെ ഒരു ഭയങ്കര നിര ആ സഭയിലുണ്ട്. ഞങ്ങളെ അത് ഭയങ്കരമായി സ്വാധീനിച്ചു. നമ്മൾ ഒരു സഭ നമുക്കുണ്ടായാൽ, ഒരു സഭ നമ്മൾ പണിതെടുത്താൽ ഇതുപോലെ സഭ ആകണം, ചെറുപ്പക്കാരെ കൊണ്ട് സഭ നിറയ്ക്കണം, ഇങ്ങനെ ക്രമീകരിക്കണമെന്നുള്ള ഒരു ചിന്ത ഭയങ്കരമായി എന്നെ ബലപ്പെടുത്തി. എൻ്റെ മനസ്സിൽ അങ്ങനെ ചിന്ത ഉറയ്ക്കാനിടയായി. അതിൽ എന്നെ ഏറ്റവും കൂടുതൽ ഞാൻ പിന്തുടരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ സഭയിലെ ഈ 30ഓളം വരുന്ന ഈ സഹോദരന്മാർ പാസ്റ്റർമാരെക്കാൾ ഭയങ്കര കഴിവുള്ളവരാണ്. പാണ്ഡിത്യം, വചനത്തിൻ്റെ ഭയങ്കര പാണ്ഡിത്യമാണ്. അവരോട് നമുക്ക് അവർ ബൈബിളിലെ ഏത് ഭാഗം ചോദിച്ചാലും ഒരു ബൈബിൾ കോളേജ് പ്രൊഫസർക്ക് തീർത്ത് തരാൻ പറ്റാത്ത മറുപടികൾ അവരുടെ കയ്യിലുണ്ട്, ആ ചെറുപ്പക്കാരുടെ കയ്യിൽ. ആ ദൈവാസൻ അങ്ങനെ അവരെ കഷ്ടപ്പെട്ട് ജോലിയും രാജിവെച്ച് അവർക്ക് വേണ്ടി ആ ദൈവാസൻ ജീവിച്ചതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അതുകൊണ്ട് ഞാനും അത് പിന്തുടരുന്നു. ഞാൻ പിന്നീട് പോയ എല്ലാ സഭയിലും
ഞാൻ ബൈബിൾ ക്ലാസ് ആഴ്ചയിൽ ഒരു ദിവസം 2 ദിവസം പിന്നെ എല്ലാ ദിവസവും വൈകിട്ട് അങ്ങനെ ബൈബിൾ ക്ലാസ് സഭയിലെ വിശ്വാസികൾക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ സഭയിലുള്ള വിശ്വാസികൾ വചനം പഠിക്കണം, അവർ വചനം അറിഞ്ഞിരിക്കണം, അവർക്ക് നല്ല കഴിവുണ്ടാകണം. അതിന് കാരണമായി തീർന്നത് ആ ദൈവദാസനാണ്. ഇങ്ങനെ എന്നെ ഒത്തിരി സ്വാധീനിക്കുകയും ഞാൻ പിന്തുടരുകയും ചെയ്യുന്ന ഒത്തിരി അഭിഷിക്തന്മാർ ഉണ്ട്. ഓക്കെ, ഈ ഇത്രയും നാളത്തെ സുവിശേഷ അനുഭവം വെച്ച് ഈ കേൾക്കുന്നവരുടെ ഭാഷക്ക് എന്താണ് ഒരു പ്രചോദനത്തിന് വേണ്ടി എന്താണ് പറയാനായിട്ടുള്ളത്? എനിക്ക് പ്രചോദനത്തിന് വേണ്ടി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു പ്രവചന കാലഘട്ടമാണ്. പ്രവചന കാര്യങ്ങൾ, പ്രവാചകന്മാർ പ്രവചിച്ച വിലയേറിയ ചില പ്രവചനങ്ങൾ നടത്തപ്പെടുന്ന കാലമാണിത്. അത് കൂടുതലായിട്ട് നെഗറ്റീവായ കാര്യങ്ങൾ കൂടുതൽ സംഭവിക്കുന്ന ഒരു കാലമാണ്. പിശാച് വളരെ ശക്തിയോടെ പ്രവർത്തിക്കുന്ന ഒരു കാലമാണ്. കാരണം പിശാചിന് ഇനി അല്പകാലമേ ഉള്ളൂ. പിശാച് വളരെ ഫുൾ പവറിൽ പ്രവർത്തിക്കുന്ന ഒരു കാലമാണ്. കഴിയുമെങ്കിൽ തൻ്റെ ദാസന്മാരെ തകർക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ ഏക ലക്ഷ്യം. അതുകൊണ്ട് ദൈവദാസന്മാർ ജാഗ്രതയോടെ ആയിരിക്കണം, ദൈവസഭകൾ ജാഗ്രതയോടെ ആയിരിക്കണം, വിശ്വാസികൾ ജാഗ്രതയോടെ ആയിരിക്കണം. താൽക്കാലിക ലാഭത്തിന് വേണ്ടി, ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ നിൽക്കാതെ സ്വർഗരാജ്യത്തിന് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കാനും പ്രവർത്തിക്കേണ്ട വിലയേറിയ സമയമാണിത്. അന്ത്യകാലത്ത് ദുർഘട സമയം വരുമെന്ന് അറിയുക എന്നാണ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. ഇനിയും വരാൻ പോകുന്ന കാലങ്ങൾ ഭീകരമായിരിക്കും. സഭകളൊക്കെ തകർന്നു വീഴും. നോക്കുമ്പോൾ അനേക സഭകൾ ഇല്ലായ്മയായി പോകും. വലിയ പ്രതിസന്ധി വിശ്വാസ ജീവിതത്തിൽ വരാൻ പോകുകയാണ്. ഈ സമയത്ത് ദൈവം നമുക്ക് തന്ന വിശ്വാസവും കൃപയും പരിശുദ്ധാത്മാവിൻ്റെ നിറവും മുറുകെ പിടിച്ച് പോരാടി കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കാൻ, ദൈവരാജ്യത്തിന് വേണ്ടി ഉറച്ച് നിൽക്കാൻ എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ പാസ്റ്ററോട് ഇത്രയും സമയം സംസാരിക്കാൻ കഴിഞ്ഞു വലിയൊരു ഭാഗ്യമായി കണക്കാക്കുന്നു. പാസ്റ്ററെ കുടുംബത്തെയും ദൈവം ധാരാളമായിട്ട് സഹായിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.